രാജുവിന് വണ്ണമില്ലാത്തതുകൊണ്ട് എല്ലാവരും കളിയാക്കുമായിരുന്നു. സുനേന, നീ നിന്റെ മകന് എന്തെങ്കിലും കഴിക്കാൻ എന്താ കൊടുക്കാത്തത്? അമ്മേ, കഴിക്കാനെല്ലാം ഞാൻ സമയത്ത് കൊടുക്കുന്നുണ്ട്. പാല്, വെണ്ണ, പഴം എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവന്റെ ശരീരത്ത് അതൊന്നും പിടിക്കാത്തതാ. അവനിപ്പോ ശരിക്കും മുത്തശ്ശന്റെ കൂട്ട് തന്നെ. അദ്ദേഹവും ഇവന്റെ കൂട്ട് എപ്പോഴും ക്ഷീണിച്ചിരിക്കുവായിരുന്നു. പക്ഷെ മുത്തശ്ശി, എല്ലാവരും എന്നെ വടി വടി എന്ന് വിളിച്ച് എന്നെ കളിയാക്കുമായിരുന്നു. നിനക്കിപ്പോ വണ്ണമില്ലാതെ പോയതിന് നിന്റെ തെറ്റൊന്നുമില്ലല്ലോ. വൈകുന്നേരം രാജു അവന്റെ കൂട്ടുകാരൻ നന്ദുവിന്റെ കൂടെ ബോള് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വലിയ 2 കുട്ടികൾ അവിടെ എത്തിയത്. ഈ ബോൾ ഞങ്ങളുടേതാണ്. ഇല്ല, ഇത് എന്റെ ബോളാണ്. ഇന്നലെയാണ് എന്റെ അച്ഛൻ എനിക്കിത് മേടിച്ചു തന്നത്. മുമ്പ് ഈ ബോൾ നിന്റേതായിരുന്നിരിക്കാം, പക്ഷെ ഇതിപ്പോ ഞങ്ങളുടേത് മാത്രമാ. ഇല്ല, എന്റേതാണ്. ഏയ് ഭീക്കരി ചെറുക്ക, നീ ഞങ്ങളോടാണ് വഴക്കുണ്ടാക്കുന്നേ. വാ രാജു, പോകാം. ഇല്ല, ആ ബോൾ എന്റേതാണ്. രാജു, നമുക്ക് വേറൊരു ബോൾ വാങ്ങിക്കാം. വാ, ഇവിടുന്ന് പോകാം. നന്ദു അവന്റെ കൂട്ടുകാരനെ തിരിച്ചു കൊണ്ടുപോവാൻ നോക്കി. പേടി തൊണ്ടൻ, പീറ ചെറുക്കൻ. ഇവരുടെ വാക്കുകൾ കേട്ട് രാജുവിന് ഒരുപാട് ദേഷ്യം വരാൻ തുടങ്ങി. പക്ഷേ അവനെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുന്നത്? വിഷമിച്ച രാജു പുഴയുടെ അടുത്ത് ചെന്ന് അവന്റെ മുഖം നോക്കാൻ തുടങ്ങി. എന്നിട്ട് നന്ദു അവന്റെ അടുത്തിരുന്ന് പുഴയ്ക്കകത്ത് കല്ലെറിയാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നീ പോയിക്കോ, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കാൻ പോവാ. ശരി, കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് നീ വീട്ടിലേക്ക് വന്നേക്കടേ. നന്ദു അവന്റെ വീട്ടിലേക്ക് പോയി. സമയം ഒരുപാട് വൈകി. രാജു വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവൻ കാട്ടിനകത്തുകൂടെ പോയിക്കൊണ്ടിരുന്നപ്പോ അവൻ അവിടെ ഒരു പഴത്തിന്റെ മരം നിൽക്കുന്നത് കണ്ടു. ആ മരത്തിന് നല്ല തിളക്കം ഉണ്ടായിരുന്നു. രാജു ആ മരത്തിന്റെ അടുത്തേക്ക് പോയി. അന്നേരം പെട്ടെന്ന് ആ മരം സംസാരിക്കാൻ തുടങ്ങി. രാജു, നിനക്ക് ഭയങ്കര വിഷമമാണല്ലോ. കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ നിന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മരം എങ്ങനെ എന്നെ സഹായിക്കുന്നത്? രാജു അവന്റെ കയ്യിലൊന്ന് നുള്ളി നോക്കി. രാജു, ഞാൻ സത്യ പറയുന്നേ, എനിക്ക് സംസാരിക്കാൻ പറ്റും. എന്താന്ന് വെച്ചാൽ ഞാനൊരു മാന്ത്രിക ശക്തിയുള്ള വാഴയാണ്. ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് രാജു. നിങ്ങൾക്ക് എങ്ങനെ എന്നെ സഹായിക്കാൻ കഴിയുന്നേ? ഇതാ നോക്ക്, ഈ കുലയിൽ കാണുന്നതെല്ലാം മാന്ത്രിക ശക്തിയുള്ള പഴങ്ങളാ. നീ ഈ കുലയിലുള്ള ഒരേ ഒരു പഴമൊന്ന് കഴിച്ചു നോക്ക്. അതിനുശേഷം എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നിനക്ക് എന്നെ കാണാമല്ലോ. രാജു അതിനൊരു പഴം പറിച്ചു. പഴം കഴിക്കാൻ രാജു തൊലി ഉരിഞ്ഞപ്പോ 4 ഭാഗത്തും നല്ല വെട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് രാജു ആ പഴം കഴിച്ചപ്പോ പെട്ടെന്ന് അവന്റെ ശരീരം വണ്ണം വെക്കാൻ തുടങ്ങി. അവനിപ്പോ ഒരു ക്ഷീണവും ഇല്ലായിരുന്നു. മറ്റേ കുട്ടികളുടെ കൂട്ട് അവന് നല്ല വണ്ണവും നീളവും വെച്ചു. രാജുവിന് ഒരുപാട് സന്തോഷം ഉണ്ടായി. നന്ദിയുണ്ട്, നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ നിന്നെ ഇപ്പൊ സഹായിച്ചില്ലേ, അതേപോലെ നീയും എന്നെ ഒന്ന് സഹായിക്കേണ്ടതുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. നീ എനിക്ക് വേണ്ടി ആ കുളത്തിൽ നിന്ന് അല്പം വെള്ളം കൊണ്ടുവരണം. അത്രയുള്ളോ? അതെ, ഈ കുളത്തിനകത്ത്. രാജു പെട്ടെന്ന് കുടവുമായി പുഴയുടെ അടുത്തെത്തി. അവിടെ അവന് കുടത്തിനകത്ത് വെള്ളം നിറച്ചു. കുടവുമായിട്ട് രാജു മരത്തിന്റെ അടുത്തെത്തി. മരത്തിന്റെ അടിയില് അവൻ വെള്ളം ഒഴിച്ചതോടുകൂടി ആ മരത്തിന്റെ ആത്മാവ് മരത്തേന്ന് പുറത്തേക്ക് വന്നു. നീ എന്നെ മോചിപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് രാജു. ആ മരത്തിന്റെ ആത്മാവ് നേരെ സ്വർഗത്തിലേക്ക് പോയി. എന്നിട്ട് ആ മരം ഒരു സാധാരണ പഴത്തിന്റെ മരമായിട്ട് മാറി. എന്നിട്ട് രാജു വീട്ടിലേക്ക് വന്നു. രാജുവില് കണ്ട ഈ മാറ്റം മുത്തശ്ശിയും അമ്മയും കണ്ട് അത്ഭുതപ്പെട്ടു. ആ അമ്മ മകനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് രാജു അമ്മയോട് ആ അത്ഭുത പഴത്തിന്റെ മരത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ മുത്തശ്ശി,
ആ മരത്തിന്റെ ആത്മാവ് എങ്ങോട്ടാ പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ മരം ഒരു ശപിച്ച മരമായിരുന്നു. നീയാണ് അവനെ മോചിച്ചത്. മനസ്സിലായോ? പക്ഷെ എന്തൊക്കെയായാലും ആ മരം എന്റെ ശരീരം മാറ്റിമറിച്ചു. ഇനി ആരും എന്നെ കളിയാക്കാൻ പോകുന്നില്ല. പിറ്റേ ദിവസം രാജു അവന്റെ ബോൾ തിരിച്ചു മേടിക്കാൻ അവിടെ എത്തി. അവൻ നോക്കിയപ്പോ ബൽവാനും ദീപക്കും രണ്ടുപേരും അവന്റെ ബോളുമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. രാജു പെട്ടെന്ന് ബോള് തട്ടിയെടുത്തു. അന്നേരം ബൽവാനും ദീപക്കും അവനെ നോക്കിയപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതുതന്നെയാണ് പഴയ രാജു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇവനൊരു പീറ ചെറുക്കനായിരുന്നില്ലേ? ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ വേണമെങ്കിൽ ഞാൻ നിങ്ങളെ അടിച്ച് ചമ്മന്തിയാക്കാൻ കഴിയും. രാജു അവരെ പിടിക്കാൻ അവരുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അവർ രണ്ടുപേരും രാജുവിനെ പേടിച്ച് അവിടുന്ന് ഓടിപ്പോയി. ഇങ്ങനെ മാന്ത്രിക ശക്തിയുള്ള ആ പഴത്തിന് രാജുവിന്റെ ജീവിതം മാറ്റിമറിക്കാൻ കഴിഞ്ഞു. ജഗ്ഗു എന്ന പേരുള്ള പഴം വിൽക്കുന്ന ആള് ഹീറാപൂർ എന്ന ഗ്രാമത്തില് ഭാര്യയും കുട്ടികളോടൊപ്പം താമസിക്കുമായിരുന്നു. ജഗ്ഗുവിന്റെ കുടുംബം പുലർച്ചയ്ക്ക് തന്നെ എഴുന്നേൽക്കുമായിരുന്നു. അച്ഛാ, സോനു കുട്ടിയായിരിക്കുമ്പോ അവൻ അവന്റെ നിക്കറിൽ തന്നെ മൂത്രം ഒഴിക്കുമായിരുന്നല്ലേ? അതുകൊണ്ടല്ലേ അമ്മ അവനെ ഒരുപാട് തല്ലിയത്. നിന്റെ കുട്ടിക്കാലത്തും നിന്റെ മൂക്ക് ഏതു നേരവും ഒലിക്കുമായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ നിന്റെ മൂക്ക് ഇങ്ങനെ പിടിച്ച് എപ്പോഴും പിഴിയുന്നത്. ഇല്ലെങ്കിൽ നിന്റെ മൂക്ക് വെളിയിലോട്ടാവില്ലേ? മതിയാക്ക് കുട്ടികളെ. ഇങ്ങനെ രണ്ടുപേരും തമാശ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ പോയി ചെന്ന് കുളിക്കാൻ നോക്ക്. ജഗ്ഗു പുലർച്ചയ്ക്ക് തന്നെ ചന്തയിൽ പോയിട്ട് പഴം മേടിക്കുമായിരുന്നു. എന്നിട്ട് അയാളുടെ തള്ളുവണ്ടി സെൻട്രൽ പാർക്കിന്റെ ഗേറ്റിന്റെ അരികിൽ വെക്കുമായിരുന്നു. വരൂ മാഡം. ചേച്ചി, ചേട്ടാ, നല്ല രുചിയുള്ള പഴുത്ത പഴമാണ്. ചേച്ചി, ചേട്ടാ, മാഡം, നല്ല ഫ്രഷ് ആയിട്ട് മധുരമുള്ള പഴമാണ്. 40 രൂപ ഒരു ഡസന്. ജഗ്ഗു അയാളുടെ എല്ലാം പഴം വിൽക്കുമായിരുന്നു. പക്ഷെ അയാൾക്ക് കിട്ടുന്ന വരുമാനം വളരെ കുറവായിരുന്നു. നമ്മുടെ 2 കുട്ടികളും വലുതായി വരുന്നുണ്ട്. ഇത്രയും കുറഞ്ഞ പണം കൊണ്ട് വീട്ടു ചെലവൊക്കെ നോക്കി നടത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ വിവാഹത്തിന് മുൻപേയും ഞാൻ ഈ ജോലിയല്ലേ ചെയ്തേ? എന്റെ അച്ഛനും പഴം തന്നെയായിരുന്നു വിറ്റോണ്ടിരുന്നത്. നിങ്ങള് പഴം വിറ്റോളൂ. പക്ഷേ അത് ചന്തേന്ന് നിങ്ങൾ മേടിക്കണ്ട. ചന്തേന്ന് പഴം മേടിച്ച് വിൽക്കുമ്പോ നിങ്ങൾക്ക് അതിലെ ലാഭം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ എവിടുന്നാണ് ഞാൻ മേടിക്കേണ്ടത്? നിങ്ങൾക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഴം സ്വന്തമായിട്ട് വളർത്തിയാ പോരെ. എന്റെ ആഭരണങ്ങൾ വിറ്റോളൂ. ആ പണം കൊണ്ട് ചെറിയൊരു പാടം മേടിച്ച് എന്നിട്ടതില് വാഴത്തൈ നടാം. ഇങ്ങനെ നമ്മുടെ സ്വന്തം പാടത്തുണ്ടായ പഴം നമ്മൾ വിൽക്കുമ്പോ നമുക്കതിൽ ഒരുപാട് ലാഭം ഉണ്ടാകും. ജഗ്ഗു അയാളുടെ ഭാര്യയുടെ ആഭരണം വിറ്റ് ഒരു കുഞ്ഞു പാടം വാങ്ങി. എന്നിട്ടതില് വാഴത്തൈ നട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വാഴ ഒത്തിരി വലുതായി. എന്നിട്ടതില് പഴമുണ്ടാകാൻ തുടങ്ങി. ഇപ്പൊ ജഗ്ഗു പാടത്തുണ്ടായ വാഴല പഴം നഗരത്തിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. അവന് നല്ല ലാഭം ഉണ്ടാകാൻ തുടങ്ങി. അയാള് പുതിയൊരു വീട് മേടിച്ചു. എന്നിട്ട് അയാളുടെ കുട്ടികളുടെ അഡ്മിഷൻ നല്ല ഒരു സ്കൂളിൽ ചെയ്യിപ്പിച്ചു. കുട്ടികളെ, വേഗം ഉറങ്ങണം. നാളെ നമുക്ക് സർക്കസ് കാണാൻ പോകാം. അന്ന് രാത്രി ഭയങ്കര കൊടുങ്കാറ്റടിച്ചു. ഗ്രാമത്തില് കുറച്ച് ആൾക്കാരുടെ വീട് വരെ ഇടിഞ്ഞു വീണു. ഈ കൊടുങ്കാറ്റ് കാരണം നമ്മുടെ വാഴയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? അടുത്ത ദിവസം കൊടുങ്കാറ്റ് ശാന്തമായപ്പോ ജഗ്ഗു അയാളുടെ പാടത്തു പോയി. അവൻ പേടിച്ചത് തന്നെയാണ് സംഭവിച്ചത്. കൊടുങ്കാറ്റ് വാഴയെല്ലാം പാടത്ത് പിഴുതെറിഞ്ഞു. ദൈവമേ, എന്തായി സംഭവിച്ചത്? ഞാൻ അധ്വാനിച്ചതെല്ലാം വെറുതെ ആയി പോയല്ലോ. ഇനി ഞാൻ എന്ത് വിൽക്കും? എങ്ങനെ ചെലവ് നടത്തും? കുട്ടികളുടെ സ്കൂളിൽ കൊടുക്കാനുള്ള ഫീസ് എങ്ങനെ കൊടുക്കും? അപ്പോഴാണ് ജഗ്ഗു കണ്ടത്, പാടത്തെ കോണില് ഒരു വാഴ വീഴാതെ നിൽക്കുന്നു. ഈ കുഞ്ഞു വാഴ കാറ്റത്ത് വീഴാതെ എങ്ങനെ രക്ഷപ്പെട്ടു? പക്ഷെ ഇതിലുണ്ടായ പഴം പഴുത്തോ ഇല്ലയോന്ന് ആർക്കറിയാം? ജഗ്ഗു ആ വാഴയെന്ന് ഒരു പഴം പറിച്ചു. എന്നിട്ട് തൊലി ഉരിഞ്ഞു നോക്കി. അയാള് നോക്കിയപ്പോ അതിനകത്ത് സ്വർണമുള്ള പഴം. ഞാൻ കാണുന്നത് സ്വപ്നമാണോ?
പുറത്തുനിന്ന് കാണാൻ ഇതൊരു സാധാരണ പഴം പോലുണ്ട്, പക്ഷേ അകത്താണെങ്കിൽ സ്വർണമാണല്ലോ. ജഗ്ഗു ഓടി അയാളുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അയാളുടെ ഭാര്യയെ വിളിച്ചോണ്ട് വന്നു. അയാളുടെ ഭാര്യയും ഒരു പഴം ഇരിഞ്ഞു നോക്കി. അതിലും പഴത്തിന് പകരം സ്വർണമായിരുന്നു. ഈ മരത്തേല് പഴത്തിന് പകരം സ്വർണമാണെന്ന് തോന്നുന്നു. സ്വർണം തരുന്ന വാഴ അവർക്ക് കിട്ടിയപ്പോ രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. അവര് ആ സ്വർണം വിറ്റ് കുറെ വാഴത്തൈ വാങ്ങി ഒരിക്കൽ കൂടി അവരുടെ പാടത്ത് വാഴത്തൈ നട്ടു. കൊടുങ്കാറ്റിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ജഗ്ഗു ഓരോ സ്വർണപ്പഴം കൊടുത്ത് ജീവിക്കാൻ അവരെ സഹായിച്ചു. ആ ഗ്രാമത്തിൽ രാഘവ് എന്ന പേരുള്ള തട്ടാനുണ്ടായിരുന്നു. ജഗ്ഗുവിന്റെ പറമ്പിലുള്ള വാഴയില് പഴത്തിന് പകരം സ്വർണമാണ് കിളിക്കുന്നേന്ന് ഈ തട്ടാൻ അറിഞ്ഞപ്പോൾ അയാൾക്ക് ഒരുപാട് ദേഷ്യം വന്നു. ഞാൻ ഈ ഗ്രാമത്തിലെ തട്ടാനാണ്. സ്വർണം തരുന്ന ആ വാഴ എനിക്കാണ് കിട്ടേണ്ടത്. ദരിദ്രനായ ജഗ്ഗുവിന് ഈ വാഴ എങ്ങനെയാ കിട്ടിയത്? അവനൊക്കെ സ്വർണം കിട്ടുന്നത് വെറുതെയാണ്. ഇതിന്റെ പ്രാധാന്യമൊന്നും അവന് മനസ്സിലാവില്ല. സിംഹത്തിന്റെ സ്ഥാനം കാട്ടിലാണ്, അതുപോലെ തന്നെ സ്വർണമുള്ള പഴം തരുന്ന ആ വാഴയുടെ സ്ഥാനം എന്റെ വീട്ടിലാണ്. ഒരു ദിവസം ജഗ്ഗു പാടത്ത് പോകാൻ പുറപ്പെട്ടപ്പോ ജഗ്ഗു അയാളുടെ പുറകിൽ പോയി പാടത്തെത്തി. ആ പാടത്ത് ഏറ്റവും കോണി നിൽക്കുന്ന വാഴയിലാണ് സ്വർണമുള്ള പഴം ഉണ്ടാകുന്നതെന്ന് ആ തട്ടാൻ കണ്ടുപിടിച്ചു. അന്ന് രാത്രി ഗ്രാമത്തിലെ ആൾക്കാരെല്ലാവരും ഉറങ്ങിയപ്പോ രാഘവ് ആ വാഴ വേരോടെ പിഴുത് അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി. അയാൾ ആ വാഴ അയാളുടെ വീട്ടിൽ തന്നെ കുഴിച്ചിട്ടു. ഇനി ഈ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ ഞാനായിരിക്കും. രാഘവ് വാഴേന്ന് ഒരു പഴം പറിച്ച് അതിന്റെ തൊലി ഉരിഞ്ഞു നോക്കി. പക്ഷേ അതിനകത്തുള്ളത് സ്വർണത്തിന് പകരം ഒരു സാധാരണ പഴമായിരുന്നു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ അതേ വാഴയാണല്ലോ എടുത്തോണ്ട് വന്നത്. രാഘവ് രണ്ടാമത്തെ പഴം ഇരിഞ്ഞു നോക്കി. അതും തുറന്നു നോക്കിയപ്പം അതിനകത്തുള്ളത് ഒരു സാധാരണ പഴമായിരുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു? രാഘവ് ഒന്നൊന്നായിട്ട് പഴം വാഴയെന്നെടുത്ത് അതിന്റെ തൊലി ഉരിഞ്ഞു നോക്കി. പക്ഷേ അയാൾക്ക് ഒരു പഴത്തിലും സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാഘവിന് വന്ന ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. സ്വർണം എവിടാണുള്ളത്? ജഗ്ഗുവിന്റെ പറമ്പിലുള്ള എല്ലാ വാഴയും ഞാൻ പിഴുതെറിയും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്റെ പേര് രാഘവ് പുണ്യെന്നല്ല. രാഘവ് ദേഷ്യത്തില് ഒന്നും കാണാതെ മുന്നിലേക്ക് നടന്നു. അയാള് ശ്രദ്ധിച്ചില്ല. അയാളെ തന്നെ വാഴേന്ന് പഴം പറിച്ച് തൊലി ഉരിഞ്ഞ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അറിയാതെ അയാൾ ഒരു പഴത്തൊലിയിൽ കാല് വെച്ചു. അയാള് നിലത്ത് തലയടിച്ചു വീണു. തല നിലത്ത് മുറുക്കി അടിച്ചപ്പോ തല പൊട്ടി. അയ്യോ, ഓടി വരണേ, ആരെങ്കിലും രക്ഷിക്ക്, ഞാൻ ചത്തേ, എന്നെ രക്ഷിക്ക്. കൂട്ടുകാരെ, ഈ കഥയില് നമ്മൾക്ക് പഠിക്കാൻ കഴിഞ്ഞത് മറ്റുള്ളവർക്ക് തിന്മ നടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് ചിന്തിക്കാറില്ല. രാജുവിന് വണ്ണമില്ലാത്തതുകൊണ്ട് എല്ലാവരും കളിയാക്കുമായിരുന്നു. സുനേന, നീ നിന്റെ മകന് എന്തെങ്കിലും കഴിക്കാൻ എന്താ കൊടുക്കാത്തത്? അമ്മേ, കഴിക്കാനെല്ലാം ഞാൻ സമയത്ത് കൊടുക്കുന്നുണ്ട്. പാല്, വെണ്ണ, പഴം എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവന്റെ ശരീരത്ത് അതൊന്നും പിടിക്കാത്തതാ. അവനിപ്പോ ശരിക്കും മുത്തശ്ശന്റെ കൂട്ട് തന്നെ. അദ്ദേഹവും ഇവന്റെ കൂട്ട് എപ്പോഴും ക്ഷീണിച്ചിരിക്കുവായിരുന്നു. പക്ഷെ മുത്തശ്ശി, എല്ലാവരും എന്നെ വടി വടി എന്ന് വിളിച്ച് എന്നെ കളിയാക്കുമായിരുന്നു. നിനക്കിപ്പോ വണ്ണമില്ലാതെ പോയതിന് നിന്റെ തെറ്റൊന്നുമില്ലല്ലോ. വൈകുന്നേരം രാജു അവന്റെ കൂട്ടുകാരൻ നന്ദുവിന്റെ കൂടെ ബോള് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വലിയ 2 കുട്ടികൾ അവിടെ എത്തിയത്. ഈ ബോൾ ഞങ്ങളുടേതാണ്. ഇല്ല, ഇത് എന്റെ ബോളാണ്. ഇന്നലെയാണ് എന്റെ അച്ഛൻ എനിക്കിത് മേടിച്ചു തന്നത്. മുമ്പ് ഈ ബോൾ നിന്റേതായിരുന്നിരിക്കാം, പക്ഷെ ഇതിപ്പോ ഞങ്ങളുടേത് മാത്രമാ. ഇല്ല, എന്റേതാണ്. ഏയ് ഭീക്കരി ചെറുക്ക, നീ ഞങ്ങളോടാണ് വഴക്കുണ്ടാക്കുന്നേ. വാ രാജു, പോകാം. ഇല്ല, ആ ബോൾ എന്റേതാണ്. രാജു, നമുക്ക് വേറൊരു ബോൾ വാങ്ങിക്കാം. വാ, ഇവിടുന്ന് പോകാം. നന്ദു അവന്റെ കൂട്ടുകാരനെ തിരിച്ചു കൊണ്ടുപോവാൻ നോക്കി. പേടിത്തൊണ്ടൻ, പീറ ചെറുക്കൻ. ഇവരുടെ വാക്കുകൾ കേട്ട് രാജുവിന് ഒരുപാട് ദേഷ്യം വരാൻ തുടങ്ങി. പക്ഷേ അവനെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുന്നത്? വിഷമിച്ച രാജു പുഴയുടെ അടുത്ത് ചെന്ന് അവന്റെ മുഖം നോക്കാൻ തുടങ്ങി. എന്നിട്ട് നന്ദു അവന്റെ അടുത്തിരുന്ന് പുഴയ്ക്കകത്ത് കല്ലെറിയാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നീ പോയിക്കോ, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കാൻ പോവാ. ശരി, കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് നീ വീട്ടിലേക്ക് വന്നേക്കടേ. നന്ദു
അവന്റെ വീട്ടിലേക്ക് പോയി. സമയം ഒരുപാട് വൈകി. രാജു വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവൻ കാട്ടിനകത്തുകൂടെ പോയിക്കൊണ്ടിരുന്നപ്പോ അവൻ അവിടെ ഒരു പഴത്തിന്റെ മരം നിൽക്കുന്നത് കണ്ടു. ആ മരത്തിന് നല്ല തിളക്കമുണ്ടായിരുന്നു. രാജു ആ മരത്തിന്റെ അടുത്തേക്ക് പോയി. അന്നേരം പെട്ടെന്ന് ആ മരം സംസാരിക്കാൻ തുടങ്ങി. രാജു, നിനക്ക് ഭയങ്കര വിഷമമാണല്ലോ. കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ നിന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മരം എങ്ങനെ എന്നെ സഹായിക്കുന്നത്? രാജു അവന്റെ കയ്യിലൊന്ന് നുള്ളി നോക്കി. രാജു, ഞാൻ സത്യ പറയുന്നത്. എനിക്ക് സംസാരിക്കാൻ പറ്റും. എന്താന്ന് വെച്ചാൽ ഞാനൊരു മാന്ത്രിക ശക്തിയുള്ള വാഴയാണ്. ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് രാജു. നിങ്ങൾക്ക് എങ്ങനെ എന്നെ സഹായിക്കാൻ കഴിയുന്നേ? ഇതാ നോക്ക്, ഈ കുലയിൽ കാണുന്നതെല്ലാം മാന്ത്രിക ശക്തിയുള്ള പഴങ്ങളാ. നീ ഈ കുലയിലുള്ള ഒരേ ഒരു പഴമൊന്ന് കഴിച്ചു നോക്ക്. അതിനുശേഷം എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നിനക്ക് തന്നെ കാണാമല്ലോ. രാജു അതിന്നൊരു പഴം പറിച്ചു. പഴം കഴിക്കാൻ രാജു തൊലി ഉരിഞ്ഞപ്പോ 4 ഭാഗത്തും നല്ല വെട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് രാജു ആ പഴം കഴിച്ചപ്പോ പെട്ടെന്ന് അവന്റെ ശരീരം വണ്ണം വെക്കാൻ തുടങ്ങി. അവനിപ്പോ ഒരു ക്ഷീണവും ഇല്ലായിരുന്നു. മറ്റേ കുട്ടികളുടെ കൂട്ട് അവന് നല്ല വണ്ണവും നീളവും വെച്ചു. രാജുവിന് ഒരുപാട് സന്തോഷം ഉണ്ടായി. നന്ദിയുണ്ട്, നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ നിന്നെ ഇപ്പൊ സഹായിച്ചില്ലേ, അതേപോലെ നീയും എന്നെ ഒന്ന് സഹായിക്കേണ്ടതുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. നീ എനിക്ക് വേണ്ടി ആ കുളത്തിൽ നിന്ന് അല്പം വെള്ളം കൊണ്ടുവരണം. അത്രയുള്ളോ? അതെ, ഈ കുളത്തിനകത്ത്. രാജു പെട്ടെന്ന് കുടവുമായി പുഴയുടെ അടുത്തെത്തി. അവിടെ അവന് കുടത്തിനകത്ത് വെള്ളം നിറച്ചു. കുടവുമായിട്ട് രാജു മരത്തിന്റെ അടുത്തെത്തി. മരത്തിന്റെ അടിയില് അവൻ വെള്ളം ഒഴിച്ചതോടുകൂടി ആ മരത്തിന്റെ ആത്മാവ് മരത്തേന്ന് പുറത്തേക്ക് വന്നു. നീ എന്നെ മോചിപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് രാജു. ആ മരത്തിന്റെ ആത്മാവ് നേരെ സ്വർഗത്തിലേക്ക് പോയി. എന്നിട്ട് ആ മരം ഒരു സാധാരണ പഴത്തിന്റെ മരമായിട്ട് മാറി. എന്നിട്ട് രാജു വീട്ടിലേക്ക് വന്നു. രാജുവില് കണ്ട ഈ മാറ്റം മുത്തശ്ശിയും അമ്മയും കണ്ട് അത്ഭുതപ്പെട്ടു. ആ അമ്മ മകനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് രാജു അമ്മയോട് ആ അത്ഭുത പഴത്തിന്റെ മരത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ മുത്തശ്ശി, ആ മരത്തിന്റെ ആത്മാവ് എങ്ങോട്ടാ പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ മരം ഒരു ശപിച്ച മരമായിരുന്നു. നീയാണ് അവനെ മോചിച്ചത്. മനസ്സിലായോ? പക്ഷെ എന്തൊക്കെയായാലും ആ മരം എന്റെ ശരീരം മാറ്റിമറിച്ചു. ഇനി ആരും എന്നെ കളിയാക്കാൻ പോകുന്നില്ല. പിറ്റേ ദിവസം രാജു അവന്റെ ബോൾ തിരിച്ചു മേടിക്കാൻ അവിടെ എത്തി. അവൻ നോക്കിയപ്പോ ബൽവാനും ദീപക്കും രണ്ടുപേരും അവന്റെ ബോളുമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. രാജു പെട്ടെന്ന് ബോൾ തട്ടിയെടുത്തു. അന്നേരം ബൽവാനും ദീപക്കും അവനെ നോക്കിയപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതുതന്നെയാണ് പഴയ രാജു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇവനൊരു പീറ ചെറുക്കനായിരുന്നില്ലേ? ആയിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ വേണമെങ്കിൽ ഞാൻ നിങ്ങളെ അടിച്ച് ചമ്മന്തിയാക്കാൻ കഴിയും. രാജു അവരെ പിടിക്കാൻ അവരുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അവർ രണ്ടുപേരും രാജുവിനെ പേടിച്ച് അവിടുന്ന് ഓടിപ്പോയി. ഇങ്ങനെ മാന്ത്രിക ശക്തിയുള്ള ആ പഴത്തിന് രാജുവിന്റെ ജീവിതം മാറ്റിമറിക്കാൻ കഴിഞ്ഞു. റായ്പൂർ ഗ്രാമത്തില് മോഹനും സോനുന്ന് പേരുള്ള ചേട്ടൻ അനിയന്മാരുണ്ടായിരുന്നു. മോഹന്റെ വിവാഹം കഴിഞ്ഞു. സോനു ഇപ്പോഴും അവിവാഹിതനാണ്. സോനു, എന്റെ കുഞ്ഞമ്മയുടെ മകൾക്ക് ഇപ്പൊ വിവാഹപ്രായമായി. നല്ല ഭംഗിയുണ്ട് അവളെ കാണാൻ. അവളെ നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കട്ടെ. എന്താ എടത്തി, നിങ്ങൾ എപ്പോഴും വിവാഹത്തെ കുറിച്ച് മാത്രമാണല്ലോ സംസാരിക്കുന്നേ. അതൊക്കെ കഴിയും. എന്താ ഇത്രയും ധൃതി? പ്രായമായി കഴിഞ്ഞാ പിന്നെ ഞങ്ങളോടൊന്നും പറയല്ലേ. എന്റെ സ്മാർട്ടായ അനിയന് സ്മാർട്ട് പെങ്കുച്ചാണ് വേണ്ടത്. വാ സോനു, പാടത്തേക്ക് പോവാനുള്ള സമയമായി.
മോനൂനും സോനൂനും മുന്തിരി പാടം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് പാടത്ത് പണിയെടുക്കുന്നത്. ആദ്യം പാടത്ത് വെള്ളം ഒഴിക്കും, പിന്നെ അതില് മുന്തിരി നടും. 3-4 മാസമൊക്കെ ഇതുപോലെ പ്രയത്നിച്ചിട്ടാണ് പാടത്ത് മുന്തിരി കിളിക്കുന്നത്. മോഹന്റെ ഭാര്യ പാടത്ത് കഴിക്കാൻ ആഹാരമായിട്ട് എത്തി. ഏട്ടത്തി, ഇത്രയും പണിയെടുത്തതിന് ശേഷം നിങ്ങൾ കൊണ്ടുവരുന്ന ആഹാരം കഴിക്കുന്നതിന്റെ സ്വാദ് വേറെ തന്നെ കേട്ടോ. എന്റെ വല്യച്ഛന്റെ മോളുടെ നാത്തൂന് വിവാഹപ്രായമായി. അവളെ വിവാഹം കഴിച്ചാ മതി. എന്നിട്ട് പറ. എന്നെ വിവാഹം കഴിപ്പിക്കാതെ നിങ്ങൾ അടങ്ങുമെന്ന് തോന്നുന്നില്ല. എനിക്ക് വേണ്ടി ഇനി നിങ്ങൾ പെണ്ണൊന്നും അന്വേഷിക്കണ്ട. ഞാനൊരു പെൺകൊച്ചിനെ കണ്ടുവച്ചിട്ടുണ്ട്. പഠിച്ച പെൺകുട്ടിയാണ്. സോനു അവന്റെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുമായിട്ട് വിവാഹം കഴിച്ചു. ഒരു ദിവസം മോഹൻ മുന്തിരിയെല്ലാം എടുത്ത് വിൽക്കാൻ ചന്തയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അതിനെ വിറ്റേച്ച് പണം വീട്ടിലേക്ക് കൊണ്ടുവന്നു. അല്ല സോനു, ഈ പ്രാവശ്യം മുന്തിരിങ്ങയ്ക്ക് നല്ല വിലയാ കിട്ടിയത്. മുഴുവനും 80,000 രൂപയ്ക്കാ വിറ്റത്. ഇന്നാ 40,000 രൂപ. സോനു പണം മേടിച്ച് അയാളുടെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. പിടിച്ചോ നീരജ്, പണം എവിടെങ്കിലും സൂക്ഷിച്ചു വെച്ചോ. എത്ര കാശാ നിങ്ങളുടെ ചേട്ടൻ തന്നത്? നിങ്ങളത് എണ്ണി നോക്കിയോ? നീ എന്ത് കാര്യമാ പറയുന്നത് നീരജ്? 40,000 രൂപയുണ്ട്. ചേട്ടനാ തന്നേ, അതുകൊണ്ട് എണ്ണേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ട്. നിങ്ങൾ ഇത് എണ്ണിയില്ലെങ്കിൽ ഞാൻ തന്നെ എണ്ണാം. 40,000 രൂപ മാത്രം എന്തിനാ തന്നത്? അവരോടൊപ്പം നിങ്ങളും ചന്തയിൽ പോയാ മതിയായിരുന്നു. 1,00,000 രൂപയ്ക്ക് കുറഞ്ഞ ഒന്നും മുന്തിരിങ്ങ വിറ്റ് കാണില്ല. 60,000 രൂപ അദ്ദേഹം തന്നെ വെച്ച് കാണും. എന്നിട്ട് 40,000 നിങ്ങളുടെ കയ്യിലും തന്നു. അങ്ങനൊന്നുമില്ല നീരജ്, ചേട്ടൻ ഒരു സത്യസന്ധനാണ്. സത്യസന്ധതയൊന്നുമല്ല, നിങ്ങൾ ഒരു പാവമാന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. സോനുവിന്റെ ഭാര്യ മോഹനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് സോനു ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ചു. ദേഷ്യത്തില് സോനു മോഹന്റെ അടുത്തേക്ക് ചെന്നു. ചേട്ടാ, എനിക്ക് കണക്ക് കാണണം. ഇന്ന് തൊട്ട് പകുതി പാടം നിങ്ങളുടേതും പകുതി എന്റേതും. നമ്മൾ ഇനി വേറെ വേറെ പണിയെടുക്കും. അതുപോലെ താമസവും വേറെ ആയിരിക്കും. അടുത്ത സീസണില് മോഹൻ അയാളുടെ പാടം വേറെയാക്കി, സോനുയും വേറെയാക്കി. പാടം ഇളക്കാൻ മോഹൻ കാളയാണ് കൊണ്ടുവന്നത്. പക്ഷെ സോനു അതിനു വേണ്ടി ട്രാക്ടർ ഉപയോഗിച്ചു. മോഹൻ കിണറ്റിന്ന് വെള്ളം എടുത്തിട്ടാണ് പാടത്ത് മുഴുവനും ഒഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സോനു ആണെങ്കിലോ അതിന് പമ്പ് ഉപയോഗിച്ചു. മോഹൻ പ്രകൃതി വളമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ സോനു കെമിക്കൽ നിറഞ്ഞത് ഉപയോഗിച്ചു. എന്നിട്ട് അവന്റെ പാടത്ത് പുഴുക്കളെ കൊല്ലാൻ ഇഷ്ടം പോലെ ഉപയോഗിച്ചു. മോഹന്റെ പാടത്ത് നല്ല ഭംഗിയായിട്ടാണ് വിളവുണ്ടായത്. മോഹന്റെ മുന്തിരിങ്ങ നല്ല വലുതും മധുരമുള്ളതുമായിരുന്നു. പക്ഷെ സോനുവിന്റെ മുന്തിരിയാണെങ്കിലോ കയ്പും പുളിയുള്ളതായിരുന്നു. രാത്രി ആയപ്പോ സോനു അയാളുടെ ഭാര്യയോട് പറഞ്ഞു, മോഹൻ ചേട്ടന്റെ പാടത്തെ മുന്തിരിങ്ങ എന്ത് ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ പാടത്തെ മുന്തിരിങ്ങയോ ഭയങ്കര പുളിയും കയ്പും ഉണ്ട്. നമ്മള് ചേട്ടനുമായിട്ട് പിരിഞ്ഞതുകൊണ്ട് നമുക്കാണ് നഷ്ടം ഉണ്ടായത്. സോനുന്റെ സംസാരം കേട്ടപ്പോൾ നീരജിന് ദേഷ്യം വന്നു. രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അവള് മണ്ണെണ്ണ എടുത്തോണ്ട് മോഹന്റെ പാടത്തു പോയി. എന്നിട്ട് ആ പാടം മുഴുവനും കത്തിച്ച് ചാമ്പലാക്കി. അടുത്ത ദിവസം മോഹൻ പാടത്തെത്തിയപ്പോ കത്തിക്കരിഞ്ഞു കിടക്കുന്ന പാടം കണ്ടിട്ട് ഒരുപാട് കരഞ്ഞു. ഇത്രയൊക്കെ നടന്നിട്ടും മോഹൻ സോനു അയാളുടെ ഭാര്യയും സംശയിച്ചില്ല. ഇനി ഇതെല്ലാം സോനുവും അയാളുടെ ഭാര്യയും ചെയ്ത പണിയാണോ? ഇല്ല, സോനുന് എന്നെ വലിയ കാര്യമാ. അവൻ ഇങ്ങനൊന്നും ചെയ്യില്ല. ആരെ കൊണ്ടോട്ട് ചെയ്യിപ്പിക്കൂല്ല. മോഹൻ കരഞ്ഞോണ്ട് ജ്ഞാനിയായ ഒരു സിദ്ധന്റെ അടുത്തെത്തി. വരൂ മോഹൻ, ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. എന്തിനാ കരയുന്നേ? സ്വാമി, ആരോ എന്റെ പാടത്തെ കൃഷിക്ക് തീ വെച്ചു. ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി ഞാൻ എന്റെ വീട്ടിലെ കാര്യം എങ്ങനെയാ നോക്കുന്നത്? നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട മോനെ. നമ്മളെ ഉണ്ടാക്കിയ ആൾക്ക് തന്നെ നമ്മളെ കുറിച്ച് ശ്രദ്ധ കാണാതിരിക്കില്ല. മോൻ ഒന്നും ചിന്തിക്കാതെ വീട്ടിലേക്ക് പോയിക്കോളൂ. മോഹൻ അയാളുടെ വീട്ടിൽ തിരിച്ചെത്തി. അയാൾ നോക്കിയപ്പോ വീടിന്റെ മോളിൽ നിന്ന് ഒരു മുന്തിരി വള്ളി തൂങ്ങിക്കിടക്കുന്നു. ഈ മുന്തിരിങ്ങ എവിടെന്നാ തൂങ്ങിക്കിടക്കുന്നേ? മോഹൻ ആ മുന്തിരി വള്ളിയെ പിടിച്ച് താഴോട്ട് വലിച്ചു. വള്ളിയുടെ നീളം ഇനിയും കൂടി. മോഹൻ ആ മുന്തിരി വള്ളി താഴോട്ട് വലിച്ചോണ്ടിരുന്നു. പക്ഷെ ആ വള്ളിയുടെ നീളം കൂടിക്കൂടി വന്നു. തീരുന്നേയില്ല. എവിടെ പോയി? ഒന്ന് പുറത്തേക്ക് വന്നേ. ഇത് കണ്ടില്ലേ, മുന്തിരി വള്ളി നിക്കുന്നേ. മോഹനും അയാളുടെ ഭാര്യയും മുന്തിരി വള്ളിയെന്ന് മുന്തിരിയെല്ലാം പറിച്ച് ഒരു ചാക്കിനകത്ത് എടുത്തു. നിങ്ങള് ഈ മുന്തിരിയെല്ലാം ചന്തയിൽ വിറ്റോളൂ. അപ്പോഴത്തേക്ക് ഞാന് വള്ളി ഇനി വലിച്ച് മുന്തിരി എടുത്തോളാം. അത്ഭുതമുള്ള മുന്തിരി വള്ളിന്ന് മുന്തിരി പറിച്ച് മോഹന് ഒരുപാട് ലാഭമാണ് ഉണ്ടായത്.
അയാൾ അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി സാരിയും പിന്നെ കഴിക്കാനും ഒരുപാട് ആഹാരം മേടിച്ചോണ്ട് വന്നു. അവിടെ സോനു ആണെങ്കിൽ അയാളുടെ മുന്തിരി വിൽക്കാൻ ചന്തയിലേക്ക് പോയി. പക്ഷെ അയാളുടെ പുളിയും കയ്പുള്ള മുന്തിരിങ്ങ ചന്തയിലെ കടക്കാരും വാങ്ങിയില്ല. ദേഷ്യം വന്നപ്പോ മുന്തിരിയെല്ലാം എടുത്ത് കളഞ്ഞിച്ച് സോനു തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയതിനു ശേഷം കരയാൻ തുടങ്ങി. വൈകുന്നേരം മോഹനും അയാളുടെ ഭാര്യയും അത്താഴം കഴിക്കാനിരുന്നപ്പോ സോനുവും അയാളുടെ ഭാര്യയോടൊപ്പം അവരുടെ വീട്ടിലേക്ക് എത്തി. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, നിങ്ങളുടെ പാടം കത്തിച്ചത് ഞാൻ തന്നെയായിരുന്നു. ഞങ്ങളോട് ക്ഷമിക്കണം ചേട്ടാ, വീട്ടില് കഴിക്കാൻ ആഹാരം പോലുമില്ല. സാരമില്ല സോനു, ചിലപ്പോഴൊക്കെ തെറ്റ് പറ്റാറുണ്ട്. മുതിർന്നവർക്ക് അത് ക്ഷമിക്കുന്നതാണ് ജോലി. ഞാൻ നിങ്ങൾ രണ്ടുപേരും ക്ഷമിച്ചിരിക്കുന്നു. ഇന്ന് തൊട്ട് നമുക്ക് ഒന്നിച്ച് താമസിച്ചാ മതി. ജഗ്ഗു എന്ന പേരുള്ള പഴം വിൽക്കുന്ന ആള് ഹീറാപൂർ എന്ന ഗ്രാമത്തില് ഭാര്യയും കുട്ടികളോടൊപ്പം താമസിക്കുമായിരുന്നു. ജഗ്ഗുവിന്റെ കുടുംബം പുലർച്ചയ്ക്ക് തന്നെ എഴുന്നേൽക്കുമായിരുന്നു. അച്ഛാ, സോനു കുട്ടിയായിരിക്കുമ്പോ അവൻ അവന്റെ നിക്കറിൽ തന്നെ മൂത്രം ഒഴിക്കുമായിരുന്നല്ലേ? അതുകൊണ്ടല്ലേ അമ്മ അവനെ ഒരുപാട് തല്ലിയത്. നിന്റെ കുട്ടിക്കാലത്തും നിന്റെ മൂക്ക് ഏതു നേരവും ഒലിക്കുമായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ നിന്റെ മൂക്ക് ഇങ്ങനെ പിടിച്ച് എപ്പോഴും പിഴിയുന്നത്. ഇല്ലെങ്കിൽ നിന്റെ മൂക്ക് വെളിയിലോട്ടാവില്ലേ? മതിയാക്ക് കുട്ടികളെ, ഇങ്ങനെ രണ്ടുപേരും തമാശ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ പോയി ചെന്ന് കുളിക്കാൻ നോക്ക്. ജഗ്ഗു പുലർച്ചയ്ക്ക് തന്നെ ചന്തയിൽ പോയിട്ട് പഴം മേടിക്കുമായിരുന്നു. എന്നിട്ട് അയാൾ അയാളുടെ തള്ളുവണ്ടി സെൻട്രൽ പാർക്കിന്റെ ഗേറ്റിന്റെ അരികിൽ വെക്കുമായിരുന്നു. വരൂ മാഡം. ചേച്ചി, ചേട്ടാ, നല്ല രുചിയുള്ള പഴുത്ത പഴമാണ്. ചേച്ചി, ചേട്ടാ, മാഡം, നല്ല ഫ്രഷ് ആയിട്ട് മധുരമുള്ള പഴമാണ്. 40 രൂപ ഒരു ഡസന്. ജഗ്ഗു അയാളുടെ എല്ലാം പഴം വിൽക്കുമായിരുന്നു. പക്ഷെ അയാൾക്ക് കിട്ടുന്ന വരുമാനം വളരെ കുറവായിരുന്നു. നമ്മുടെ 2 കുട്ടികളും വലുതായി വരുന്നുണ്ട്. ഇത്രയും കുറഞ്ഞ പണം കൊണ്ട് വീട്ടു ചെലവൊക്കെ നോക്കി നടത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ വിവാഹത്തിന് മുൻപേയും ഞാൻ ഈ ജോലിയല്ലേ ചെയ്തേ. എന്റെ അച്ഛനും പഴം തന്നെയായിരുന്നു വിറ്റോണ്ടിരുന്നത്. നിങ്ങൾ പഴം വിറ്റോളൂ, പക്ഷേ അത് ചന്തേന്ന് നിങ്ങൾ മേടിക്കണ്ട. ചന്തേന്ന് പഴം മേടിച്ച് വിൽക്കുമ്പോ നിങ്ങൾക്ക് അതിലെ ലാഭം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ എവിടുന്നാണ് ഞാൻ മേടിക്കേണ്ടത്? നിങ്ങൾക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഴം സ്വന്തമായിട്ട് വളർത്തിയാ പോരെ. എന്റെ ആഭരണങ്ങൾ വിറ്റോളൂ. ആ പണം കൊണ്ട് ചെറിയൊരു പാടം മേടിച്ച് എന്നിട്ടതില് വാഴത്തൈ നടാം. ഇങ്ങനെ നമ്മുടെ സ്വന്തം പാടത്തുണ്ടായ പഴം നമ്മൾ വിൽക്കുമ്പോ നമുക്കതിൽ ഒരുപാട് ലാഭം ഉണ്ടാകും. ജഗ്ഗു അയാളുടെ ഭാര്യയുടെ ആഭരണം വിറ്റ് ഒരു കുഞ്ഞു പാടം വാങ്ങി. എന്നിട്ടതില് വാഴത്തൈ നട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വാഴ ഒത്തിരി വലുതായി. എന്നിട്ടതില് പഴമുണ്ടാകാൻ തുടങ്ങി. ഇപ്പൊ ജഗ്ഗു പാടത്തുണ്ടായ വാഴയില പഴം നഗരത്തിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. അവന് നല്ല ലാഭം ഉണ്ടാകാൻ തുടങ്ങി. അയാള് പുതിയൊരു വീട് മേടിച്ചു. എന്നിട്ട് അയാളുടെ കുട്ടികളുടെ അഡ്മിഷൻ നല്ലൊരു സ്കൂളിൽ ചെയ്യിപ്പിച്ചു. കുട്ടികളെ, വേഗം ഉറങ്ങണം. നാളെ നമുക്ക് സർക്കസ് കാണാൻ പോകാം. അന്ന് രാത്രി ഭയങ്കര കൊടുങ്കാറ്റടിച്ചു. ഗ്രാമത്തില് കുറച്ച് ആൾക്കാരുടെ വീട് വരെ ഇടിഞ്ഞു വീണു. ഈ കൊടുങ്കാറ്റ് കാരണം നമ്മുടെ വാഴയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? അടുത്ത ദിവസം കൊടുങ്കാറ്റ് ശാന്തമായപ്പോ ജഗ്ഗു അയാളുടെ പാടത്തു പോയി. അവൻ പേടിച്ചത് തന്നെയാണ് സംഭവിച്ചത്. കൊടുങ്കാറ്റ് വാഴയെല്ലാം പാടത്ത് പിഴുതെറിഞ്ഞു. ദൈവമേ, എന്തായി സംഭവിച്ചത്? ഞാൻ അധ്വാനിച്ചതെല്ലാം വെറുതെ ആയി പോയല്ലോ. ഇനി ഞാൻ എന്ത് വെക്കും? എങ്ങനെ ചെലവ് നടത്തും? കുട്ടികളുടെ സ്കൂളിൽ കൊടുക്കാനുള്ള ഫീസ് എങ്ങനെ കൊടുക്കും? അപ്പോഴാണ് ജഗ്ഗു കണ്ടത്, പാടത്തെ കോണില് ഒരു വാഴ വീഴാതെ നിൽക്കുന്നു. ഈ കുഞ്ഞു വാഴ കാറ്റത്ത് വീഴാതെ എങ്ങനെ രക്ഷപ്പെട്ടു? പക്ഷെ ഇതിലുണ്ടായ പഴം പഴുത്തോ ഇല്ലയോന്ന് ആർക്കറിയാം? ജഗ്ഗു ആ വാഴയെന്ന് ഒരു പഴം പറിച്ചു. എന്നിട്ട് തൊലി ഉരിഞ്ഞു നോക്കി. അയാള് നോക്കിയപ്പോ അതിനകത്ത് സ്വർണമുള്ള പഴം. ഞാൻ കാണുന്നത് സ്വപ്നമാണോ? പുറത്തുനിന്ന് കാണാൻ ഇതൊരു സാധാരണ പഴം പോലുണ്ട്, പക്ഷെ അകത്താണെങ്കിൽ സ്വർണമാണല്ലോ. ജഗ്ഗു ഓടി അയാളുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അയാളുടെ ഭാര്യയെ വിളിച്ചോണ്ട് വന്നു. അയാളുടെ ഭാര്യയും ഒരു പഴം ഇരിഞ്ഞു നോക്കി. അതിലും പഴത്തിന് പകരം സ്വർണമായിരുന്നു.
ഈ മരത്തേല് പഴത്തിന് പകരം സ്വർണമാണെന്ന് തോന്നുന്നു. സ്വർണം തരുന്ന വാഴ അവർക്ക് കിട്ടിയപ്പോ രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. അവര് ആ സ്വർണം വിറ്റ് കുറെ വാഴത്തൈ വാങ്ങി ഒരിക്കൽ കൂടി അവരുടെ പാടത്ത് വാഴത്തൈ നട്ടു. കൊടുങ്കാറ്റിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ജഗ്ഗു ഓരോ സ്വർണപ്പഴം കൊടുത്ത് ജീവിക്കാൻ അവരെ സഹായിച്ചു. ആ ഗ്രാമത്തിൽ രാഘവ് എന്ന പേരുള്ള തട്ടാൻ ഉണ്ടായിരുന്നു. ജഗ്ഗുവിന്റെ പറമ്പിലുള്ള വാഴയില് പഴത്തിന് പകരം സ്വർണമാണ് കിളിക്കുന്നതെന്ന് ഈ തട്ടാൻ അറിഞ്ഞപ്പോൾ അയാൾക്ക് ഒരുപാട് ദേഷ്യം വന്നു. ഞാൻ ഈ ഗ്രാമത്തിലെ തട്ടാനാണ്. സ്വർണം തരുന്ന ആ വാഴ എനിക്കാണ് കിട്ടേണ്ടത്. ദരിദ്രനായ ജഗ്ഗുവിന് ഈ വാഴ എങ്ങനെയാ കിട്ടിയത്? അവനൊക്കെ സ്വർണം കിട്ടുന്നത് വെറുതെയാണ്. ഇതിന്റെ പ്രാധാന്യമൊന്നും അവന് മനസ്സിലാവില്ല. സിംഹത്തിന്റെ സ്ഥാനം കാട്ടിലാണ്. അതുപോലെ തന്നെ സ്വർണമുള്ള പഴം തരുന്ന ആ വാഴയുടെ സ്ഥാനം എന്റെ വീട്ടിലാണ്. ഒരു ദിവസം ജഗ്ഗു പാടത്ത് പോകാൻ പുറപ്പെട്ടപ്പോ ജഗ്ഗു അയാളുടെ പുറകിൽ പോയി പാടത്തെത്തി. ആ പാടത്ത് ഏറ്റവും കോണി നിൽക്കുന്ന വാഴയിലാണ് സ്വർണമുള്ള പഴം ഉണ്ടാകുന്നതെന്ന് ആ തട്ടാൻ കണ്ടുപിടിച്ചു. അന്ന് രാത്രി ഗ്രാമത്തിലെ ആൾക്കാരെല്ലാവരും ഉറങ്ങിയപ്പോ രാഘവ് ആ വാഴ വേരോടെ പിഴുത് അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി. അയാൾ ആ വാഴ അയാളുടെ വീട്ടിൽ തന്നെ കുഴിച്ചിട്ടു. ഇനി ഈ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ ഞാനായിരിക്കും. രാഘവ് വാഴേന്ന് ഒരു പഴം പറിച്ച് അതിന്റെ തൊലി ഉരിഞ്ഞു നോക്കി. പക്ഷേ അതിനകത്തുള്ളത് സ്വർണത്തിന് പകരം ഒരു സാധാരണ പഴമായിരുന്നു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ അതേ വാഴയാണല്ലോ എടുത്തോണ്ട് വന്നത്. രാഘവ് രണ്ടാമത്തെ പഴം ഇരിഞ്ഞു നോക്കി. അതും തുറന്നു നോക്കിയപ്പം അതിനകത്തുള്ളത് ഒരു സാധാരണ പഴമായിരുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു? രാഘവ് ഒന്നൊന്നായിട്ട് പഴം വാഴയെന്നെടുത്ത് അതിന്റെ തൊലി ഉരിഞ്ഞു നോക്കി. പക്ഷേ അയാൾക്ക് ഒരു പഴത്തിലും സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാഘവിന് വന്ന ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. സ്വർണം എവിടാണുള്ളത്? ജഗ്ഗുവിന്റെ പറമ്പിലുള്ള എല്ലാ വാഴ ഞാൻ പിഴുതെറിയും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്റെ പേര് രാഘവ് പുണ്യെന്നല്ല. രാഘവ് ദേഷ്യത്തില് ഒന്നും കാണാതെ മുന്നിലേക്ക് നടന്നു. അയാള് ശ്രദ്ധിച്ചില്ല. അയാള് തന്നെ വാഴേന്ന് പഴം പറിച്ച് തൊലി ഉരിഞ്ഞ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അറിയാതെ അയാൾ ഒരു പഴത്തൊലിയിൽ കാല് വെച്ചു. അയാള് നിലത്ത് തലയടിച്ചു വീണു. തല നിലത്ത് മുറുകെ അടിച്ചപ്പോ തല പൊട്ടി. അയ്യോ, ഓടി വരണേ, ആരെങ്കിലും രക്ഷിക്ക്, ഞാൻ ചത്തേ, എന്നെ രക്ഷിക്ക്. കൂട്ടുകാരെ, ഈ കഥയില് നമ്മൾക്ക് പഠിക്കാൻ കഴിഞ്ഞത് മറ്റുള്ളവർക്ക് തിന്മ നടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് ചിന്തിക്കാറില്ല.